Dear students, welcome to CE 303 Structural Analysis 2 class. So our next question, analyze the continuous beam shown in figure by using 3-moment equation. If the support B sinks by 10 mm, given E is equal to 200 kN per mm square and I is equal to 1 into 10 raised to 8 mm raised to 4. So this is our question. There is a continuous beam ABC in which A is a fixed end and there is no external loads, but the support B sinks by 10 mm. സോ ഇവിടെ എ ബി സി കണ്ടിന്യൂസ് ബീമിൽ എ എന്നുള്ള സപ്പോർട്ട് ഫിക്സ്ഡ് എൻഡ് ആണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും തന്നിട്ടില്ല. എ ബി സി സ്പാനകത്ത് എക്സ്റ്റേണൽ ലോഡ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ബട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ സപ്പോർട്ട് ബി സിങ്സ് ബൈ 10 mm. ബി സപ്പോർട്ട് 10 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് സപ്പോർട്ടിനെ കൺവേർട്ട് ചെയ്യുക. ഫിക്സഡ് സപ്പോർട്ടിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബീമായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇവിടെ നമുക്ക് എ എന്നുള്ള സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ്, സി റോളർ സപ്പോർട്ടാണ്. അപ്പൊ ഇവിടെ ഒന്നും ചേഞ്ച് വരില്ല. ബട്ട് എ എന്നുള്ളത് ഒരു ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ഫിക്സഡ് സപ്പോർട്ടിന് നമുക്കറിയാം മൊമെന്റിന് ഒരു വാല്യൂ ഉണ്ടാവും. സോ ഈ ഒരു ഫിക്സഡ് സപ്പോർട്ടിന് നമുക്കൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്പാന് ഈ ഒരു ഫിക്സഡ് സപ്പോർട്ടിന്റെ സൈഡിൽ കൺസിഡർ ചെയ്യണം. സോ A0 എന്നുള്ള ഒരു ഇമാജിനറി സ്പാന് ഈ ഒരു ലെഫ്റ്റ് സപ്പോർട്ട് എയിൽ നമ്മൾ ഇമാജിനറി ആയിട്ടൊരു സ്പാന് കൺസിഡർ ചെയ്യും. ഓക്കെ, so consider an imaginary beam of A0A of span L0 with EI0 infinity. So consider an imaginary beam A0A of span L0 and flexural rigidity EI is infinity. Then B support to C support ഒക്കെ സെയിം. ആദ്യം ഉണ്ടായിരുന്ന അതേ സപ്പോർട്ട് തന്നെയാണ്. ബിയും സിയും സപ്പോർട്ട് അവിടെ ഒന്നും ഫിക്സ്ഡ് ആൻഡ് ഇല്ല. സി സപ്പോർട്ട് റോളർ സപ്പോർട്ടാണ്. ഈ എ സപ്പോർട്ട് ഫിക്സ്ഡ് ആയതുകൊണ്ട് ആ എ സപ്പോർട്ടിനെ നമ്മൾ ഒരു കണ്ടിന്യൂസ് റോളർ സപ്പോർട്ട്, കണ്ടിന്യൂസ് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മൾ A0A എന്നുള്ളൊരു ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക ഓഫ് സ്പാൻ L0, സ്പാൻ ലെങ്ത് L0, അതുപോലെ EI0 ഇൻഫിനിറ്റി ആയിട്ടുള്ളൊരു ഇമാജിനറി സ്പാൻ നമ്മൾ ലെഫ്റ്റ് സപ്പോർട്ടിൽ കൺസിഡർ ചെയ്തു. Okay, this is our first step. Consider an imaginary span A0A of span length L0 and EI0 infinity. ഇവിടെ A0 എന്നുള്ള സപ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഇമാജിനറി സപ്പോർട്ട് A0 എ സപ്പോർട്ടിന്റെ അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ HA0യുടെ വാല്യൂ 0 ആയിരിക്കും. HA0 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ HA0 വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ സപ്പോർട്ട് എനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ HA0യുടെ വാല്യൂ 0 ആയിരിക്കും. ബിക്കോസ് A0 എന്ന് പറഞ്ഞ സപ്പോർട്ടും എ എന്ന് പറഞ്ഞ സപ്പോർട്ടും സെയിം ലെവലായിരിക്കും. ദർ ഇസ് നോ ഹൈറ്റ് ഡിഫറൻസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ A0, A, B, C 4 സപ്പോർട്ടുകളുണ്ട്. നമുക്കറിയാം 3 മൊമെന്റ് ഇക്വേഷൻ നമുക്ക് 3 സപ്പോർട്ടിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ ഫസ്റ്റ് 3 സപ്പോർട്ടുകൾ എടുക്കും, അതിൽ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് 3 സപ്പോർട്ട് എടുക്കുക, 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. സോ ഫസ്റ്റ് കൺസിഡർ സ്പാൻ A0AB, അതിൽ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അതിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. ദെൻ ABC 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ A0 എന്നുള്ളൊരു ഇമാജിനറി സപ്പോർട്ടാണ്. അപ്പൊ മൊമെന്റ് അവിടെ ആവശ്യമില്ല. നമുക്കുള്ളത് എയും ബിയും സിയും ആണ്. എ എന്നുള്ളത് ഫിക്സഡ് സപ്പോർട്ടിനകത്ത് ഒരു മൊമെന്റ് വാല്യൂ ഉണ്ടാവും. നമ്മുടെ അൺനോൺസ് ആണ് MA ആൻഡ് MB. MC എന്നുള്ള റോളർ സപ്പോർട്ട് ആയത് കാരണം MCയിലെ മൊമെന്റ് 0 ആയിരിക്കും. സോ നമ്മുടെ അൺനോൺസ് എന്ന് പറയുന്നത് MAയും MBയും ആണ്. MC റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് MCയുടെ വാല്യൂ 0 ആയിരിക്കും. സോ കൺസിഡർ സ്പാൻ A0AB. നമ്മൾ 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ A0AB എന്നുള്ള സ്പാൻ കൺസിഡർ ചെയ്തു. ദെൻ 3 മൊമെന്റ് ഇക്വേഷൻ MA0 ഇൻറ്റു L0 ബൈ I0 പ്ലസ് 2MA ഇൻറ്റു L0 ബൈ I0 പ്ലസ് L1 ബൈ I1 പ്ലസ് MB ഇൻറ്റു L1 ബൈ I1 is equal to minus 6 A0 ബൈ I0 L0 minus 6 A1 by I1 L1 plus 6E HA0 by L0
plus 6E HB by L1. So this is our general three moment equation. A0 AB എന്ന സ്പാനിനകത്ത് നമ്മൾ ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ MA0 × L0 by I0 നമുക്കറിയാം. നമ്മൾ പറഞ്ഞു MA0 എന്നുള്ളത് നമ്മുടെ ഇമാജിനറി സ്പാനിൽ വരുന്ന മൊമെന്റ് ആണ്. അവിടുത്തെ EI നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റി ആണ്. സോ EI ഇൻഫിനിറ്റി ആയതുകൊണ്ട് 1/∞ എന്ന് വരും. ഈ ഒരു ടേം L0 by I0 1/∞ എന്നുള്ള ടേം ആയിട്ട് വരും. സോ 1/∞ നമുക്കറിയാം 0 ആണ് വാല്യൂ വരിക അല്ലെ. 1/∞ 0 വരും. സോ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോയി. ദെൻ 2MA × L0 by I0 ഇവിടെയുണ്ട് 1/I0. സോ 1/I0 1/∞ ആണ്. സോ 1/∞ 0 വരും. ദെൻ MB × L1 by I1. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം A0 A ആണെങ്കിലും എക്സ്റ്റേണൽ ലോഡ് ഒന്നുമില്ല അല്ലെ. എക്സ്റ്റേണൽ ലോഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ടാവില്ല. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇല്ലാത്തതുകൊണ്ട് ക്യാപിറ്റൽ എയുടെ വാല്യൂ സ്മോൾ എയുടെ വാല്യൂ 0 ആയിരിക്കും. നമുക്കറിയാം ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ആൻഡ് സ്മോൾ എ എന്ന് പറഞ്ഞാൽ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു കേസിനകത്ത് A0 എയില് ലോഡൊന്നുമില്ല. ലോഡ് ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ടാവില്ല. സോ ഏരിയ ക്യാപിറ്റൽ എ ആൻഡ് സെൻട്രോയിഡ് ഡിസ്റ്റൻസ് ഓൾസോ 0. സോ 6 A0 by I0 L0 ക്യാൻസൽ ആയിപ്പോയി, 0 ആയിപ്പോയി. ദെൻ -6 A1 by I1 L1. നമ്മൾ നെക്സ്റ്റ് സ്പാൻ AB എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ കണ്ടു എക്സ്റ്റേണൽ ലോഡ് ഒന്നുമില്ല. AB എന്ന് പറഞ്ഞ സ്പാനിലായാലും BC എന്നുള്ള സ്പാനിലാണെങ്കിലും എക്സ്റ്റേണൽ ലോഡ് ഒന്നുമില്ല. സോ എക്സ്റ്റേണൽ ലോഡ് ഇല്ലാത്തത് കാരണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ടാവില്ല. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം 0 ആയിരിക്കും. സോ ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം A1 is equal to 0 ആൻഡ് ഓൾസോ A1 സ്മോൾ A1 സെൻട്രോയിൽ ഡിസ്റ്റൻസ് വാല്യൂ ഓൾസോ 0. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇല്ലെങ്കിൽ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് A1. സോ A1ന്റെ വാല്യൂ സ്മോൾ A1ന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു ടേമും ക്യാൻസൽ ആയി പോയി. കാരണം ക്യാപിറ്റൽ A1 സ്മോൾ A1 ഇല്ല, 0 ആണ്. നെക്സ്റ്റ് നമുക്ക് 6E × HA0 by L0 ഉണ്ട്. നമ്മൾ പറഞ്ഞു A സപ്പോർട്ടിന്റെ അതേ സെയിം ലെവലിൽ തന്നെയാണ് നമ്മൾ A0 എന്നുള്ള സപ്പോർട്ടും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, A എന്ന് പറഞ്ഞ സപ്പോർട്ട് സെയിം ലെവലിൽ തന്നെയാണ് A0 എന്നുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇമാജിനറി ആയിട്ടുള്ള ഈ സപ്പോർട്ട് കൺസിഡർ ചെയ്യുന്നത് എയുടെ സപ്പോർട്ടിന്റെ അതേ ലെവലിൽ തന്നെയാണ്. സോ വാല്യൂ ഓഫ് HA0 is equal to 0 ആണ്. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. എയുടെ സപ്പോർട്ടിന്റെ സെയിം ലെവലിലാണ് നമ്മൾ A0 കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് HA0യുടെ വാല്യൂ 0 ആയിരിക്കും. സോ ഈ ഒരു ടേമും ക്യാൻസൽ ആയി പോയി. 6E × 0 by L0. സോ ഈ ഒരു ടേം ക്യാൻസൽ ആയി പോയി. ഇനി 6E × HB by L1 ഉണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് B എന്ന് പറഞ്ഞ സപ്പോർട്ട് 10 mm സിങ്ക് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് അവർ A0 AB. സോ നമ്മൾ പറഞ്ഞു B എന്ന് പറഞ്ഞ സപ്പോർട്ട് 10 mm സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് B എന്ന് പറഞ്ഞ സപ്പോർട്ട് ഇവിടെയാണ് 10 mm ബിലോ ആണ് B എന്ന് പറഞ്ഞ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. B സപ്പോർട്ട് സിങ്ക് ബൈ 10 mm മീൻസ് B എന്ന് പറഞ്ഞ സപ്പോർട്ട് 10 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് HBയുടെ വാല്യൂ നോക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ H എന്ന വാല്യൂ എടുക്കുന്നത് സെൻട്രലിലെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ A0 AB എന്നുള്ള സ്പാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ സെൻട്രലിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ A ആണ്. ഓക്കെ, സോ B എന്ന് പറഞ്ഞ സപ്പോർട്ട് A എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്ന് 10 mm താഴെയാണ് കിടക്കുന്നത്. B എന്ന് പറഞ്ഞ സപ്പോർട്ട് A എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ 10 mm താഴെയാണ് ഉള്ളത്. സോ 10 mm താഴെ ആയതുകൊണ്ട് വാല്യൂ ഓഫ് HB ഈസ് -10 mm. ഓക്കെ, എയും ബിയും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് 10 mm ആണ്. അതുപോലെ തന്നെ B എന്ന് പറഞ്ഞ സപ്പോർട്ട് A എന്ന് പറഞ്ഞ സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ട് ആയിട്ടുള്ള എന്റെ താഴെയാണ് ഉള്ളത്. താഴെ ആയതുകൊണ്ടാണ്, ബിലോ ആയതുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്. സോ HB വാല്യൂ -10 mm. സോ ബാക്കി നമുക്ക് ഇനി ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് 2MA × L1ന്റെ വാല്യൂ. ഓക്കെ, L1ന്റെ വാല്യൂ 6 മീറ്റർ ആണ്. I1ന്റെ വാല്യൂ 2I ആണ്. ഓക്കെ, ആ വാല്യൂസും കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 2MA × നെക്സ്റ്റ് L1 by I1 ദാറ്റ് ഈസ് 6/2I പ്ലസ് MB × 6/2I is equal to ഈ ടേം ക്യാൻസലായി, ഈ ടേം ക്യാൻസലായി, ഈ ടേം ക്യാൻസലായി, ഈ ടേം ഒറ്റ ടേം മാത്രമേ നമുക്കുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 6 × ദ വാല്യൂ ഓഫ് ഇയുടെ വാല്യൂ തന്നിട്ടുള്ളത് 200 kN/mm² ആണ്. സോ നമുക്കതിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 200 × 10⁶ kN/m² വരും. നമ്മൾ mmനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ വി ഗെറ്റ്
ഈസ് ഈക്വൽ ടു 200 into 10⁶ kilonewton per meter square. അതുപോലെ HB -10 mm ആണ്. ദാറ്റ് ഈസ് -10 into 10⁻³ മീറ്റർ. എല്ലാം നമ്മൾ മീറ്ററിലേക്കും കിലോമീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം, നമ്മുടെ വാല്യൂസ് തന്നിട്ടുള്ളതെല്ലാം. ഓക്കെ, therefore 2ma into 6/2i plus mb into 6/2i is equal to 6 into യുടെ വാല്യൂ 200 into 10⁶, HB -10 into 10⁻³ divided by L1 6 meter. So ഇവിടെ 6/2, that is 3 into 2 6 ma by I plus 3 mb by I is equal to minus 200 into -200 into 10⁻⁴ കിട്ടി. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐന്റെ ടേം ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഐന്റെ ടേം ഇല്ല. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഐ ടേം ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാം. സോ ഇക്വേഷൻ 6ma plus 3mb is equal to -200 into 10⁻⁴ into I എന്ന് വരും. നമുക്ക് ക്വസ്റ്റിൽ ഐന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ 1 into 10⁸ mm⁴ ആയിരുന്നു. അതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1 into 10⁸ into mm⁴ 10⁻³ വരും. ദാറ്റ് ഈസ് 1 into 10⁴ എന്ന് വരും, മീറ്റർ⁴. സോ തന്നിട്ടുള്ള വാല്യൂസ് ഇ ആയാലും ഐ ആയാലും നമ്മളെല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. തന്നിട്ടുള്ള mmലായിരുന്നു, സോ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore 6ma plus 3mb is equal to -200 into 10⁻⁴ into 1 into 10⁻⁴. 10⁻⁴ ആണ്. 10⁻12 into 10⁻8 10⁻⁴. ഓക്കെ, സോ ഇവിടെ 10⁻⁴ into 10⁻⁴ ക്യാൻസൽ ആവും. Therefore our equation 6ma plus 3mb is equal to -200. 6ma plus 3mb is equal to -200. This is our first equation. Okay, so നമ്മൾ കൺസിഡർ സ്പാൻ A0AB. സ്പാൻ A0AB-നകത്ത് 3 മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു, വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. 6ma plus 3mb is equal to -200. നെക്സ്റ്റ് നമുക്ക് സ്പാൻ ABC കൺസിഡർ ചെയ്യാം. ഇതുപോലെ തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് കൺസിഡർ സ്പാൻ ABC. So apply 3 moment equation for the span ABC. Apply 3 moment equation. For span ABC. That is equation ma into L1 by I1 plus 2mb into L1 by I1 plus L2 by I2 plus MC into L2 by I2 is equal to minus 6 A1 A1 by I1 L1 minus 6 A2 A2 by I2 L2 plus 6E HA by L1 plus 6E HC by L2. സോ ഇതാണ് നമ്മുടെ ജനറൽ 3 മൊമെന്റ് ഇക്വേഷൻ ഫോർ ദ സ്പാൻ ABC. ഇതിനകത്തുള്ള ഓരോ ടേംസും നോക്കാം. സോ MA അൺനോൺ ആണ്. L1ന്റെ വാല്യൂ 6 മീറ്റർ, I1ന്റെ വാല്യൂ 2I. ഓക്കെ, L2ന്റെ വാല്യൂ 4 മീറ്റർ, I2 I. MC ഹിയർ MC റോളർ സപ്പോർട്ട് ആണ്. എൻഡ് സപ്പോർട്ട് റോളർ സപ്പോർട്ട് ആണെങ്കിൽ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ MCയുടെ വാല്യൂ ഇവിടെ 0 ആണ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ABC സ്പാൻ എടുക്കുകയാണെങ്കിൽ, ABC സ്പാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AB-യിലായാലും BC-യിലായാലും എക്സ്റ്റേണൽ ലോഡ് ഒന്നുമില്ല. എക്സ്റ്റേണൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് ബെൻഡി മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. ദർ ഇസ് നോ ബെൻഡി മൊമെന്റ് ഡയഗ്രാം. ഹെൻസ് A1 is equal to 0, small a1 is equal to 0. Similarly, A2 is equal to 0, small a2 is equal to 0.
എ ബി എന്ന് പറഞ്ഞ സ്പാനിലും ബി സി എന്ന് പറഞ്ഞ സ്പാനിലും എക്സ്റ്റേണൽ ലോഡ് ഒന്നുമില്ല. എക്സ്റ്റേണൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഉണ്ടാവില്ല. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇല്ലാത്തതുകൊണ്ട് ക്യാപിറ്റൽ എയുടെ വാല്യൂ സ്മോൾ എയുടെ വാല്യൂ 0 ആയിരിക്കും. ബിക്കോസ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ്. സ്മോൾ എ എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എയുടെ വാല്യൂ. ഹെൻസ് ആ വാല്യൂസ് ഒക്കെ 0 ആയിരിക്കും. ഇനി നമുക്ക് എച്ച് എയും എച്ച് സി ഉണ്ട്. സോ ക്യാപിറ്റൽ എയും സ്മോൾ എ ഒക്കെ 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോവും, ഈ ടേമും 0 ആയി പോവും. A2 A1 0 ആണ്. ദെൻ എം സി 0 ആയതുകൊണ്ട് ഈ ടേമും ഉണ്ടാവില്ല. നെക്സ്റ്റ് നമുക്ക് എച്ച് എയുടെ വാല്യൂ എച്ച് സിയുടെ വാല്യൂ നോക്കാം. സോ ഇവിടെ ബി എന്ന് പറഞ്ഞ സപ്പോർട്ടാണ് 10 mm സിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് 10 mm താഴെയാണ്. എ എന്ന് പറഞ്ഞ സപ്പോർട്ട് നോക്കുകയാണെങ്കിലും സി എന്ന് പറഞ്ഞ സപ്പോർട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിലും ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് 10 mm താഴെയാണ്. സോ നമുക്ക് വേണ്ട വാല്യൂ എച്ച് എയുടെ വാല്യൂ വേണം, എച്ച് സിയുടെ വാല്യൂ വേണം. ഓക്കെ, എച്ച് എയുടെ വാല്യൂ എച്ച് സിയുടെ വാല്യൂ ആണ് നമുക്കിവിടെ വേണ്ടത്. സോ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എന്നുള്ള സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ട് ഇവിടെ ബി ആണ്. സോ സെൻട്രൽ സപ്പോർട്ടിന്റെ എബോ ആണ് എ. സെൻട്രൽ സപ്പോർട്ടിന്റെ എബോ ആണ് എ. സോ എബോ ആയതുകൊണ്ട് നമ്മുടെ വാല്യൂ പ്ലസ് ആയിരിക്കും. ഓക്കെ, എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ലെവൽ ഡിഫറൻസ് 10 mm ആണ്. ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് 10 mm സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്, എ എന്ന സപ്പോർട്ടും ബി സപ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് 10 mm ആണ്. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിന്റെ മുകളിലാണ്. സെൻട്രൽ സപ്പോർട്ട് ആയിട്ടുള്ള ബി സപ്പോർട്ടിന്റെ മുകളിലാണ് എ എന്നുള്ള സപ്പോർട്ട്. ദെർഫോർ ദ വാല്യൂ പ്ലസ് 10 mm. ദാറ്റ് ഈസ് പ്ലസ് 10 ഇൻറ്റു mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 10 × 10⁻³ മീറ്റർ. അതുപോലെ തന്നെ സി സപ്പോർട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സി സപ്പോർട്ടും ഇവിടെ സിയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ലെവൽ ഡിഫറൻസ് 10 mm ആണ്. അതുപോലെ സി എന്ന് പറഞ്ഞ സപ്പോർട്ട് ബി സപ്പോർട്ടിന്റെ സെൻട്രൽ സപ്പോർട്ടിന്റെ മുകളിലാണ്. സിൻസ് സപ്പോർട്ട് സി ഈസ് എബോ ബി സപ്പോർട്ട്, ദ വാല്യൂ ഓഫ് എച്ച് സി ഈസ് പ്ലസ് 10 mm. സെൻട്രൽ സപ്പോർട്ടിന്റെ മുകളിലാണെങ്കിൽ പ്ലസ് വരും, സെൻട്രൽ സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ മൈനസ് വരും. സോ ഈ ഒരു കേസിനകത്ത് എ സപ്പോർട്ടും സി സപ്പോർട്ടും എടുക്കുകയാണെങ്കിൽ രണ്ടും ബി സപ്പോർട്ടിന്റെ മുകളിലാണ്. Therefore എച്ച് എ വാല്യൂ പ്ലസ് 10 mm, എച്ച് സി വാല്യൂ ഓൾസോ പ്ലസ് 10 mm. ദാറ്റ് ഈസ് 10 × 10⁻³ മീറ്റർ. ദെൻ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore MA × L1 6/I1 2I plus 2MB × 6/2I plus 4/I plus value of MC 0 is equal to 0 plus 0 because ഈ രണ്ട് ടേം ക്യാൻസൽ ആയി. പ്ലസ് 6 ഇൻറ്റു ഇയുടെ വാല്യൂ 200 × 10⁻⁶, എച്ച് യുടെ വാല്യൂ 10 × 10⁻³ by 6 again plus 6 into 200 into 10⁻⁶ into 10 into 10⁻³ by 4 L to 4. Therefore we get here 6 by 2, that is 3 MA by I plus 6 by 2 3 plus 4 7 into 2 14 MB by I is equal to 6 into 200 into 10⁻⁶ into 10 into 10⁻³ into നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി 1/6 plus 1/4 എന്ന് വരും. സോ വി ഗെറ്റ് 3 MA by I plus 14 MB by I is equal to ഈ വാല്യൂ ചെയ്യുമ്പോൾ 12 into 10⁻⁶ into 1/6 plus 1/4. ഇനി നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐന്റെ ടേം ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഐന്റെ ടേം ഇല്ല. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ദെൻ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 MA plus 14 MB is equal to 12 into 10⁻⁶ into 1/6 plus 1/4 into I, that is 12 into 10⁻⁶ into 1/6 plus 1/4 into ഐയുടെ വാല്യൂ 1 into 10⁻⁻⁴. So 10⁻⁶ into 10⁻⁻⁴, 10⁻², 12 into 1/6 plus 1/4. So റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് 3 MA plus 14 MB is equal to 500.
So this is our second equation. Then solve these two equations. So by solving equations 1 and 2, we get MA is equal to minus 57.33 kilonewton meter and MB is equal to 48 kilonewton meter. And MC നമുക്കറിയാം 0 kilonewton meter. So this is our unknown moments. MA is equal to minus 57.33 kilonewton meter, MB is equal to 48 kilonewton meter and MC is equal to 0 kilonewton meter. So എല്ലാവർക്കും പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.